ഓട്സ് ചെറുപയർ പുട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഹെൽത്തി പുട്ട്. ഇതുണ്ടാക്കാൻ ഞാൻ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സവാളയും ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ 1 കപ്പ് ചെറുപയറും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബോളിലേക്ക് നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം, പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയർ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കേണ്ട പുട്ടുപൊടി റെഡിയായിട്ടുണ്ട്, ഓട്സ് പുട്ടുപൊടി. ഇനി നമുക്കൊരു കുക്കറിൽ വെള്ളം ചൂടാക്കണം. ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ആവി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു ചിരട്ടയിലൊക്കെ നമുക്ക് ഈ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഓട്സും ചെറുപയറും ഉള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് സോസസും ആവി വരാൻ തുടങ്ങി. നമുക്കിത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. കുറച്ച് സമയം നമുക്കിത് ആവിയിൽ വെക്കാം. ഇപ്പോൾ ഇത് ആവി വന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു ഓട്സ് ചെറുപയർ ഹെൽത്തി പുട്ട് റെഡിയായിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കാം. ഒന്നും കൂടിയുള്ള പൊടിയുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഓട്സ് ചെറുപയർ പുട്ട്. ഇതും കൂടി നമുക്കൊന്ന് വേവിപ്പിച്ചെടുക്കണം ആവിയിൽ. നമുക്കിത് കുക്കറിൻ്റെ മുകളിൽ വെച്ചെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ പുട്ടും റെഡി ആയിട്ടുണ്ട്. അതും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ രണ്ടാമത്തെ ഓട്സ് ചെറുപയർ പുട്ട് റെഡിയായി. അടിപൊളി ടേസ്റ്റായിരുന്നു. ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഓട്സ് കൊണ്ട് ഈ പുട്ടുണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. രാവിലത്തിന് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങൾക്ക് ഈ പുട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.